നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള 20ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂട്ടുകാർ ചെയ്ത് നോക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? വികാസ മേഖലകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അഥവാ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ശൈശവകാലത്തെ പ്രായാനുസൃത ശേഷി വ്യത്യാസം. അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പ്രീ സ്കൂളിൽ വരുന്നത്. പ്രീ സ്കൂൾ പ്രായം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ഓരോ വയസ്സിലും പല വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ. 3 വയസ്സായ കുട്ടിയെ പോലെ ആയിരിക്കില്ല 4 വയസ്സായ കുട്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് 5 വയസ്സ് 6 വയസ്സ്. അപ്പോൾ അവരുടെ പ്രായം അനുസരിച്ച് അവർ ആ ഒരു പ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വികസിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രായാനുസൃതമായി 3, 4, 4 to 5, 5, 6 എന്നീ പ്രായക്കാർ പേശീശേഷികൾ, ഭാഷ, വൈകാരികത, വൈജ്ഞാനികത, പ്രവർത്തനശേഷി, താല്പര്യങ്ങൾ എന്നിവയിൽ വ്യത്യസ്തരാണ്. എന്താണ് പറഞ്ഞത്? അതായത് പ്രായത്തിന് അനുസൃതമായി 3 വയസ്സിലും 4 വയസ്സ്, 3 to 4, 4 to 5, 5 to 6 എന്നീ പ്രായക്കാർ എന്തിലേക്കാണ് വ്യത്യാസം വരുന്നത്? പേശീശേഷികൾ, ഭാഷ, വൈകാരികത, വൈജ്ഞാനികത, പ്രവർത്തനശേഷി, താല്പര്യങ്ങൾ എന്നിവയിൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങൾ, ശിശുക്കളുടെ പ്രകൃതത്തിലുള്ള ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അനുഭവ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് ഒരു ടേബിളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ കോളം 3 വയസ്സ് മുതൽ 4, 3, 4 പ്രായം, 4 to 5, 5 to 6 3 കോളത്തിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 to 4 പ്രായമുള്ളവർ എങ്ങനെയായിരിക്കും? സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് വേണ്ട നിയന്ത്രണം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് വേണ്ട നിയന്ത്രണം കുറവാണ്. 4 to 5 വരെ എങ്ങനെയായിരിക്കും? ശരീരത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കഴിയും. 5 to 6 ആകുമ്പോൾ സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് താരതമ്യേന നിയന്ത്രണം വന്നിട്ടുണ്ട്. കൂടുതൽ സങ്കീർണമായ ചലനശേഷി ആർജിക്കുന്നു. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്താണ്? സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് വേണ്ട നിയന്ത്രണം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി 4 മുതൽ 5 വരെ ആകുമ്പോൾ എന്തായിരിക്കും? ശരീരത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇനി 5 to 6 ആകുമ്പോൾ, 5 വയസ്സും 6 ആകുമ്പോൾ എന്തായിരിക്കും? സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് താരതമ്യേന നിയന്ത്രണം വന്നിട്ടുണ്ടാവും. കൂടുതൽ സങ്കീർണമായ ചലനശേഷി ആർജിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, മുതിർന്നവരുടെ സഹായത്തോടെ ദിനചര്യകൾ ചെയ്യാനും വസ്ത്രമഴിക്കാനും ഇടാനും കഴിയും. ഏത് പ്രായക്കാരാണ്? 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ. ഇനി 4 to 5 വയസ്സാകുമ്പോഴോ സ്വന്തമായിട്ട് ദിനചര്യകൾ ചെയ്യുവാനും വസ്ത്രം ധരിക്കാനും ആരംഭിക്കും. ഇനി 5 to 6 ആകുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾ അവരെന്തായിരിക്കും? സ്വയം ചെയ്യാനായിട്ട് കഴിയുന്നവരായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, മുതിർന്നവരുടെ വ്യക്തിഗതമായ ശ്രദ്ധയോടുകൂടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിലോ, കൂട്ടുകൂടാനും മുതിർന്നവരോട് ധാരാളം സംസാരിക്കാനും കഴിയും. ഇനി അടുത്ത പ്രായമാണെങ്കിലോ 6 വയസ്സാണ്. 5 to 6 വയസ്സ് ഒരു പ്രായമാണെങ്കിലോ കൂട്ടുകാരുണ്ടാവുകയും മുതിർന്നവരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ധാരാളം സംസാരിക്കുകയും ചെയ്യുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, 3 വയസ്സിനും 4 വയസ്സിനിടയിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? ഒറ്റയ്ക്കിരുന്ന് കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുമായി കളിക്കോപ്പുകൾ പങ്കുവയ്ക്കാൻ ഇഷ്ടം കുറവായിരിക്കും അല്ലേ. അവർക്ക് തന്നെത്താനിരുന്ന് കളിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയാൽ എന്തായിരിക്കും? മറ്റു കുട്ടികൾ എടുക്കാൻ ഒട്ടും സമ്മതിക്കില്ലല്ലോ, അവർ വാശി പിടിച്ച് കരയും. ഇനി 4 to 5 ആകുമ്പോഴോ കുറച്ചുകൂടി വ്യത്യാസം വരും അല്ലേ. കൂട്ടുകൂടി കളിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. കളിപ്പാട്ടങ്ങൾ പങ്കുവെക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും. ഇനി 5 to 6 ആകുമ്പോൾ എങ്ങനെയാവും?
നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുന്നതിനും നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനും സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരിക? അതായത് ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി അതായത് ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാത്ത സ്റ്റേജ് ഏതാണ്, എത്ര വയസ്സുള്ള കുട്ടിയാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? 3 വയസ്സായ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ 3 മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയായിരിക്കും എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ കൂട്ടുകൂടി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? 4 മുതൽ 5 വരെയുള്ള പ്രായമായിരിക്കും. ഇനി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളിയിൽ ഏർപ്പെടുന്ന പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ 5 തൊട്ട് 6 വയസ്സ് വരെയുള്ള പ്രായമായിരിക്കും. ഇങ്ങനെയായിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഇനി അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റാണ് ഊർജ്ജസ്വലരാണ്, പെട്ടെന്ന് ശാഠ്യം കാണിക്കും. ഏത് പ്രായക്കാരാണ്? 3 മുതൽ 4 വയസ്സ് വരെ പ്രായമായ കുട്ടികൾ എങ്ങനെയായിരിക്കും? നല്ല ഊർജ്ജസ്വലരായിരിക്കും. പെട്ടെന്ന് എന്ത് കാണിക്കും? ശാഠ്യം, വാശി പിടിക്കുന്ന ആൾക്കാരുമായിരിക്കും. പെട്ടെന്ന് അവർക്ക് ദേഷ്യവും വാശിയൊക്കെ വരുന്നത്. ദേഷ്യമല്ല, പെട്ടെന്ന് ശാഠ്യം. അവർ വിചാരിച്ച കാര്യം അവിടെ നടക്കണം, അതിന് വേണ്ടിയിട്ട് അവർ കിടന്ന് കരയും. ഇനി 4 തൊട്ട് 5 പ്രായമാകുമ്പോൾ എന്താണ്? ഊർജ്ജസ്വലരാണ്, പ്രവർത്തന നിരതരാണ്, ശാഠ്യ സ്വഭാവം കാണിക്കും. പെട്ടെന്നില്ല എന്നെങ്കിലും അവർക്ക് എന്തായിരിക്കും? ശാഠ്യ സ്വഭാവം ഉണ്ടായിരിക്കും, പ്രവർത്തന നിരതരായിരിക്കും, ഊർജ്ജസ്വലരുമാണ്. ഇനി 5 തൊട്ട് 6 ആകുമ്പോഴോ എപ്പോഴും പ്രവർത്തന നിരതരും ഊർജ്ജസ്വലരുമാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ശാഠ്യം പിടിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രം അവർ ശാഠ്യം പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വാശി പിടിക്കുകയുള്ളൂ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, 6ാമത്തെ പോയിന്റ്, ചെറു വാക്യങ്ങളോടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയും, പദസ്വാധീനം കുറവാണ്. ചെറു വാക്യങ്ങളിലൂടെ നിർദ്ദേശങ്ങൾ തിരിച്ചറിയും, പദസ്വാധീനം, അതായത് കുറച്ച് പദങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാൻ പാടുള്ളൂ. ഇനി 4 തൊട്ട് 5 ആകുമ്പോഴോ നിർദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും അവ പാലിക്കുന്നതിനും കഴിവുണ്ട്. 5 തൊട്ട് 6 ആകുമ്പോഴോ കൂടുതൽ നിർദ്ദേശങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സൂക്ഷ്മമായി ഭാഷയിലൂടെ പ്രകടിപ്പിക്കാനും കഴിയും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ പ്രായം അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ. എങ്ങനെയാണ്, ഏതൊക്കെ കാര്യത്തിലാണ് വ്യത്യാസം? പേശിശേഷികൾ. പേശി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ് വരുന്നത്? സ്ഥൂല സൂക്ഷ്മ പേശികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സൂക്ഷ്മമായിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ച കാര്യമാണ്. സൂക്ഷ്മമായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തു കോർക്കുക, പടം വരയ്ക്കുക, ഇതെല്ലാം സൂക്ഷ്മ പേശികൾ അല്ലെങ്കിൽ സൂക്ഷ്മ പേശികൾക്ക് ഉദാഹരണമാണ്. സ്ഥൂല പേശികൾ വെച്ചാൽ ഓടാനും ചാടാനും കയറാനും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പേശിശേഷികൾ വരുന്നത്. പിന്നെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഭാഷയെക്കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത് നമ്മൾ? 3 to 4 വരെ ആകുമ്പോൾ കുറച്ച് പദങ്ങളെ അറിയത്തുള്ളൂ. എന്നാൽ 6 വയസ്സൊക്കെ ആകുമ്പോഴെന്താണ് കൂടുതൽ ഭാഷ മനസ്സിലാകാനും കൂടുതൽ പദങ്ങൾ അറിയാനും കൂടുതൽ കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം അതുപോലെയാണ് വൈകാരികത, വൈജ്ഞാനികത, പ്രവർത്തനശേഷി, താല്പര്യങ്ങൾ കൂട്ടുകൂടി കളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ താല്പര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശാരീരിക ചാലക വികാസം, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കേ. സൂക്ഷ്മ പേശി വികാസം, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്. സ്ഥൂലപേശി വികാസം, ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. അടുത്തത് ഏതാണ്? പ്രായാനുസൃത വളർച്ച. ഈ 3 കാര്യങ്ങളാണ് ശാരീരിക ചാലക വികാസത്തിൽ വരുന്നത്. ആദ്യത്തേതാണ് സൂക്ഷ്മപേശി വികാസം. എന്താണ് സൂക്ഷ്മപേശി വികാസം അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പേശികളുടെ വികാസമാണ് അവിടെ സംഭവിക്കുന്നത്. ചെറിയ പേശികളുടെ വികാസവും അതുപോലെ തന്നെ നിയന്ത്രണം. 2ാമത്തെ പോയിന്റ്, സൂക്ഷ്മപേശികളായ കണ്ണിലെയും കൈ വിരലിലെയും മറ്റും വികാസവും നിയന്ത്രണവും ഏകോപനവും. ഞാൻ പറഞ്ഞു മുത്തു കോർക്കുക, അതുപോലെ തന്നെ പടം വരയ്ക്കുക, ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൂക്ഷ്മപേശി വികാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സ്ഥൂലപേശി വികാസം അഥവാ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ വലിയ പേശികളുടെ വികാസവും നിയന്ത്രണവും, കൈ കാലുകൾ എന്നിവയുടെ നിയന്ത്രണവും ഏകോപനവും, ഓടാനും ചാടാനും, ഇതൊക്കെ എന്തിനാണ് വരുന്നത്? സ്ഥൂലപേശി വികാസത്തിലാണ് വരുന്നത്. ഇനി അടുത്തത് പ്രായാനുസൃത വളർച്ച. പ്രായാനുസൃത വളർച്ച എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ശാരീരിക ക്ഷമത, ഭാരം, ഉയരം എന്നിവയുടെ ശരിയായ വളർച്ച, ഭാരം, ഉയരം എന്നിവയുടെ ക്രമമായ വളർച്ചയുടെ ആവശ്യവും. ഓക്കെ. ഇനി അടുത്തത്
3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക ചാലക വികാസം സുഗമമായി നടക്കുന്നതിന് എന്തൊക്കെ അനുഭവ പ്രവർത്തനങ്ങളാണ് കൊടുക്കേണ്ടതെന്നാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ്? സ്ഥൂലപേശി, സൂക്ഷ്മപേശി, പിന്നെ എന്താണ് പറഞ്ഞത്? പ്രായാനുസൃത വളർച്ച. ഈ 3 കാര്യങ്ങളാണ്, 3 വികാസങ്ങളാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ആർജിക്കേണ്ട വികാസങ്ങളും ഈ 3 എണ്ണമാണ് ഏതിൽ വരുന്നത്? ശാരീരിക ചാലക വികാസവുമായി ബന്ധപ്പെട്ടത്. അതിലാദ്യം നോക്കുന്നത് ശരിയായ വളർച്ചയാണ്. അപ്പോൾ ശരിയായ വളർച്ചയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ളവർക്കുള്ള പ്രവർത്തന സൂചന ഏതൊക്കെയാണ്? മാസം തോറും തൂക്കവും ഉയരവും രേഖപ്പെടുത്തണം, പോഷകാഹാരം ലഭ്യമാക്കണം, അതുപോലെ തന്നെ ആരോഗ്യ പരിശോധന നടത്തുക, രക്ഷിതാക്കൾക്ക് ആരോഗ്യ പോഷകാഹാര ബോധവൽക്കരണം നടത്തുക. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഉള്ളത്? എങ്ങനെയാണ് നടത്തുന്നത്? മാസം തോറും തൂക്കവും ഉയരവും രേഖപ്പെടുത്തുക, പോഷകാഹാരം ലഭ്യമാക്കുക, ആരോഗ്യ പരിശോധന നടത്തുക, രക്ഷിതാക്കൾക്ക് ആരോഗ്യ പോഷകാഹാര ബോധവൽക്കരണം നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ. 4 തൊട്ട് 5ഉം 5 തൊട്ട് 6ഉം ഏകദേശം, അതായത് 3 വയസ്സ് മുതൽ 4 വയസ്സ് അതിൻ്റെ അനുബന്ധ പ്രവർത്തനമായിട്ട് വരും കേട്ടോ. ഇനി അടുത്തത് സ്ഥൂലപേശി വികാസമാണ്. അപ്പോൾ സ്ഥൂലപേശി വികാസത്തിൽ 3 തൊട്ട് 4 വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ്? സ്വതന്ത്രമായ കളികൾ, ഓടൽ, പിന്നെ വരയിൽ നടക്കൽ, ഇഴയൽ, വലിക്കൽ, ഇറങ്ങൽ, ഇഷ്ടികയിൽ ചാടി നടക്കൽ, നിശ്ചിത ദൂരം ചാടൽ, മുച്ചക്ര സൈക്കിൾ ഓടിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയായ കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ്? സ്വതന്ത്രമായ കളികൾ, ഓടൽ, വരയിൽ നടക്കൽ, വര വരച്ചിട്ട് ആ വരയമേ കൂടെ നടക്കാൻ പറയാം, ഇഴയൽ, വലിക്കൽ, ഇറങ്ങൽ, ഇഷ്ടികയിൽ ചാടി നടക്കൽ, നിശ്ചിത ദൂരം ചാടൽ, മുച്ചക്ര സൈക്കിളിൽ ഓടിക്കൽ. ഓക്കെ. ഇനി 4 തൊട്ട് 5 എങ്ങനെ വരും? സ്വതന്ത്രവും നിയന്ത്രിതവുമായ കളികൾ, വിവിധ ദിശയിൽ ഓടുന്നതിന്, 2 കാലിൽ ഉയർന്ന് ചാടാൻ, ഒറ്റക്കാലിൽ നിൽക്കൽ, നിശ്ചിത ദൂരം ഓടൽ ചാടൽ, ഏണിയിൽ കയറൽ, കയറുന്നതിനും ചാടുന്നതിനും, പന്ത് എറിയൽ, പന്ത് പിടിക്കുന്നതിന് സൈക്ലിംഗ്. ഇതെല്ലാം ഏത് പ്രായമാണ്? 4 തൊട്ട് 5 വരെ. ഏതൊക്കെയാണ് 4 തൊട്ട് 5 വരെയുള്ള പ്രവർത്തനങ്ങൾ? സ്ഥൂലപേശിക്ക് വരുന്നത് ഏതൊക്കെയാണ്? സ്വതന്ത്രവും നിയന്ത്രിതവുമായ കളികൾ, വിവിധ ദിശയിൽ ഓടുന്നതിന്, 2 കാലിൽ ഉയർന്ന് ചാടൽ, ഒറ്റക്കാലിൽ നിൽക്കൽ, നിശ്ചിത ദൂരം ഓടൽ അല്ലെങ്കിൽ ചാടൽ, ഏണിയിൽ കയറൽ, കയറുന്നതിനും ചാടുന്നതിനും, പന്ത് എറിയൽ, പന്ത് പിടിക്കുന്നതിന് സൈക്ലിങ്. ഇതെല്ലാം 4 തൊട്ട് 5 വരെ. ഇനി 5 തൊട്ട് 6 ആകുമ്പോഴോ? സ്വതന്ത്രവും നിയന്ത്രിതവും വിവിധ ദിശയിലേക്കുള്ള ചലനം സാധ്യമാകുന്നതുമായ കളികൾ, വട്ടത്തിൽ നടക്കുന്നതിന്, വട്ടത്തിൽ ഓടുന്നതിന്, പാലത്തിലൂടെ നടക്കുന്നതിന്, പന്ത് തട്ടി കളിക്കുന്നതിന്, ഒറ്റക്കാലിൽ നിൽക്കുന്നതിന്, വള്ളിച്ചാട്ടം ചാടുന്നതിന്, കാലുകൾ ക്രോസാക്കി നിൽക്കുന്നതിന്, സൈക്ലിങ്ങിന്. 5 തൊട്ട് 6 വരെ എങ്ങനെയാണ്? സ്വതന്ത്രവും നിയന്ത്രിതവും വിവിധ ദിശയിലേക്കുള്ള ചലനം സാധ്യമാകുന്നതുമായ കളികൾ, വട്ടത്തിൽ നടക്കുന്നതിന്, വട്ടത്തിൽ ഓടുന്നതിന്, പാലത്തിലൂടെ നടക്കുന്നതിന്, പന്ത് തട്ടി നടക്കുന്നതിന്, ഒറ്റക്കാലിൽ നിൽക്കുന്നതിന്, വള്ളിച്ചാട്ടം ചാടുന്നതിന്, കാലുകൾ ക്രോസാക്കി നിൽക്കുന്നതിന്, സൈക്ലിങ്ങിന്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? 5 തൊട്ട് 6 വരെയുള്ള കുട്ടികൾക്ക്, 5 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രവർത്തനങ്ങളാണ്. എന്തിൽ വരുന്നത്? സ്ഥൂലപേശി വികാസത്തിൽ വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ 4 തൊട്ട് 5 വരെയുള്ള കുട്ടികൾ മറ്റൊരാൾക്ക് പന്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനും, കാലുകൊണ്ട് പന്തടിക്കുന്നതിനും, കൈകൾ ഉയർത്തി നൃത്തം ചെയ്യുന്നതിനും, വിവിധ താളത്തിൽ കൈ കൊട്ടുന്നതിനും, മുന്നോട്ടും പിന്നോട്ടും ചാടുന്നതിനും ഈ പ്രായക്കാർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ്. 4 തൊട്ട് 5 വരെയുള്ള കുട്ടികൾക്ക് സ്ഥൂലപേശി വികാസത്തിൽ കൊടുക്കാവുന്ന മറ്റൊരു പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ? മറ്റൊരാൾക്ക് പന്തെറിഞ്ഞു കൊടുക്കുന്നത്, കാലുകൊണ്ട് പന്തടിക്കുന്നത്, കൈകൾ ഉയർത്തി നൃത്തം ചെയ്യുന്നത്, വിവിധ താളത്തിൽ കൈ കൊട്ടുന്നത്, മുന്നോട്ടും പിന്നോട്ടും ചാടുന്നത്. അതുപോലെ തന്നെ 5 തൊട്ട് 6 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഏതൊക്കെ പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്? ഒപ്പം ഓടുന്നതിന്, കയറാനും ഇറങ്ങാനും, ചാടാൻ, പന്ത് പിടിക്കുന്നതിന്, നിശ്ചിത അകലത്തിലുള്ളവർക്ക് എറിഞ്ഞു നൽകാൻ, മുന്നോട്ടും പിന്നോട്ടും ചാടാൻ,
തല, കൈകാലുകൾ വിവിധ വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നതിന് ചാടി അടിക്കൽ. ഇതെല്ലാം 5 to 6 വയസ്സുള്ള കുട്ടികൾക്ക് വരുന്നതാണ്. ഇനി അടുത്തതാണ് സൂക്ഷ്മപേശി വികാസവും ഏകോപനവും. സൂക്ഷ്മപേശി വികാസവും ഏകോപനവും, അതായത് എന്ത് വരും? കണ്ണും കൈയുമായുള്ള ഏകോപനവും കൈയും വായുവുമായുള്ള ഏകോപനം. വായാട്ടോ, മൗത്ത്, വായുവുമായുള്ള ഏകോപനം. അപ്പോൾ അതിനകത്ത് 3 to 4 വരെയുള്ള കുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ? ചിത്രങ്ങളിൽ ക്രയോൺ നിറം നൽകൽ, ബോർഡിലും നിലത്തും വെറുതെ വരയ്ക്കൽ, വലിയ മുത്തുകൾ പെറുക്കിയെടുക്കൽ, പൂഴിയിൽ കളിക്കൽ, വെള്ളം കൊണ്ട് കളിക്കൽ, കുപ്പികളുടെ അടപ്പ് അഴിക്കൽ അല്ലെങ്കിൽ ഇടൽ, കളിമണ്ണ് മൈദാമാവ് കൊണ്ട് കളിക്കൽ. ഇതെല്ലാം എന്തിന് പെടുത്താവുന്നതാണ്? 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൂക്ഷ്മപേശി വികാസത്തിൽ കൊടുക്കാവുന്ന പ്രവർത്തനമാണ്. ഏതൊക്കെയാണ്? ചിത്രങ്ങളിൽ ക്രയോൺ നിറം കൊടുക്കൽ, ബോർഡിലും നിലത്തും വെറുതെ വരയ്ക്കൽ, വലിയ മുത്തുകൾ പിറക്കിയെടുക്കൽ, പൂഴിയിൽ കളിക്കൽ, വെള്ളം കൊണ്ട് കളിക്കൽ, കുപ്പികളുടെ അടപ്പ് അഴിക്കൽ അല്ലെങ്കിൽ ഇടൽ, കളിമണ്ണ് മൈദമാവ് കൊണ്ട് കളിക്കൽ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? 3 to 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബലൂൺ പൊട്ടിക്കൽ, സോഫ്റ്റ് ബോളിൽ അമർത്തൽ, കുത്തുകൾ യോജിപ്പിക്കൽ, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കൽ. ഇതും എന്തിൽ പെടുന്നതാണ്? 3 to 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൂക്ഷ്മപേശി വികാസവുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. ബലൂൺ പൊട്ടിക്കൽ, സോഫ്റ്റ് ബോളിൽ ഇങ്ങനെ അമർത്തൽ, കുത്തുകൾ യോജിപ്പിക്കൽ, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നത്. ഇനി 4 to 5 ആവുമ്പോൾ എങ്ങനെയാവും? ചിത്രം വരയ്ക്കൽ, നിറം നൽകൽ, ബോർഡിലും തറയിലും ചിത്രം വരയ്ക്കൽ, കടലാസ് മടക്കൽ, രൂപങ്ങൾ നിർമ്മിക്കൽ, കടലാസ് മുറിക്കൽ, ഒട്ടിക്കൽ, കത്രി കൊണ്ട് മുറിക്കൽ, പേനയുടെ ടോപ്പിടൽ അഴിക്കൽ, മുത്തു കോർക്കൽ, പൂക്കൾ കോർക്കൽ, വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ, പൂഴിയിൽ കളിക്കൽ, അതുപോലെ തന്നെ കളിമൺ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക, ചെറുതും വലുതുമായ വസ്തുക്കൾ പെറുക്കിയെടുക്കൽ, ബോർഡിലെ ദ്വാരത്തിൽ നൂല് കടത്തൽ, പിന്നെന്താണ്? സ്വന്തം പേര് നോക്കി വരയ്ക്കൽ, അക്ഷരചിത്രം വരയ്ക്കൽ, കുടുംബാംഗങ്ങളുടെ പേരെഴുതൽ, ജിഗ്സോ പസിലുകൾ, പിന്നെ ബ്രഷിങ്, പെയിൻറ്റിങ്, ഷൂലേസ് കോർക്കൽ, ഷർട്ടിൻ്റെ ബട്ടൺ ഇടൽ, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുക. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? 4 to 5 വയസ്സ് വരെ കുട്ടികൾ ചെയ്യുന്നതാണ്. ഇനി 5 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൂക്ഷ്മപേശി വികാസത്തിന് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സ്വന്തമായി ചിത്രം വരച്ച് നിറം നൽകുക, വിവിധ രൂപങ്ങൾ നിറം നൽകൽ, വഴി കണ്ടെത്താൻ പോലുള്ള പസിലുകളൊക്കെ കൊടുക്കുക, വഴി വരച്ച് ചേർക്കൽ, പിന്നെന്താണ്? വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക, സൂചിയിൽ നൂല് കോർക്കുന്നത്, സ്ക്രൂ അഴിക്കൽ, ഉറപ്പിക്കൽ, വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ, ഒറിഗാമി രൂപങ്ങൾ നിർമ്മിക്കൽ, പെൻസിൽ കൂർമ്മിപ്പിക്കൽ, ഓല, മറ്റ് പ്രകൃതി വസ്തുക്കൾ എന്നിവ കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കൽ, ക്രമമായി എടുത്തു വയ്ക്കൽ, അബാക്കസിൽ ക്രമീകരിക്കൽ, കൊളാഷ് രൂപങ്ങൾ നിർമ്മിക്കൽ, കടലാസ് മടക്കൽ അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാം, ലേസ് കെട്ടുന്നത്, പിന്നെന്താണ്? വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കൽ, സ്വന്തം പേരെഴുതാൻ, ചിത്രം വരച്ച് പേരെഴുതാൻ, ബട്ടൺ ഇടൽ, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കാൻ. ഇതെല്ലാം എന്തിൽ വരുന്നത്? 5 to 6 വയസ്സ് വരെ. എന്തൊക്കെയാണ് 5 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന സൂക്ഷ്മപേശി വികാസം? അതിനകത്ത് വരുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പെറുക്കിയെടുക്കൽ, സൂചിയിൽ നൂല് കോർക്കുന്നത്, സ്ക്രൂ അഴിക്കൽ, ഉറപ്പിക്കൽ, വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ, ഒറിഗാമി രൂപങ്ങൾ നിർമ്മിക്കൽ, പെൻസിൽ കൂർമ്മിക്കുന്നത്, ഓല, മറ്റ് പ്രകൃതി വസ്തുക്കൾ എന്നിവ കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കൽ, ക്രമമായി എടുത്തു വയ്ക്കൽ, അബാക്കസിൽ ക്രമീകരിക്കൽ, കൊളാഷ് രൂപങ്ങൾ നിർമ്മിക്കൽ, കടലാസ് മടക്കൽ അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക പേപ്പർ കൊണ്ട്, ലേസ് കെട്ടുന്നത്, വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കൽ, സ്വന്തം പേരെഴുതാൻ ചിത്രം വരച്ചിട്ടോ, ബട്ടൺ ഇടുക, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന്. ഇപ്പോൾ സൂക്ഷ്മപേശി വികാസത്തിന് ഉദാഹരണം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം ഒരു ചോദ്യമായിട്ട് മുത്തു കോർക്കൽ ഏത് പ്രായക്കാരാണ് ചെയ്യുന്നത്? 4 to 5 വയസ്സുള്ള പ്രായക്കാരാണ് മുത്തു കോർക്കുക. അത് ഏത് വികാസവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഏത് വികാസവുമായി ബന്ധപ്പെട്ടതാണ്? സൂക്ഷ്മപേശി വികാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയായിരിക്കും കേട്ടോ ചോദിക്കാം.
ഇനി സാമൂഹികവും വൈകാരികവുമായ വികാസം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. സാമൂഹികവും വൈകാരികവുമായ വികാസം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് വരിക? സാമൂഹിക വികാസവും വൈകാരിക വികാസവും. സാമൂഹിക വികാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? ഊഴം കാക്കൽ, മറ്റുള്ളവർക്ക് അവസരം നൽകൽ, മറ്റുള്ളവരോട് നന്നായി പെരുമാറൽ, സഹാനുഭൂതി, കൂട്ടുകൂടൽ, സഹകരിക്കൽ, സഹിഷ്ണുത കാണിക്കൽ, പങ്കുവയ്ക്കൽ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ ഉണ്ടാകൽ. ഇതെല്ലാം സാമൂഹിക സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹിക വികാസത്തിൽ സാമൂഹിക സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? ഊഴം കാക്കൽ, അതായത് തൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലേ? മറ്റുള്ളവരെയും കൂടി പരിഗണിച്ച് നമ്മൾ ഉന്തിത്തള്ളി കയറാതെ ക്യൂ പാലിച്ച് നിൽക്കാന്നൊക്കെ പറയില്ല, അതാണ് ഊഴം കാക്കൽ. മറ്റുള്ളവർക്ക് അവസരം നൽകൽ, മറ്റുള്ളവരോട് നന്നായി പെരുമാറൽ, സഹാനുഭൂതി, കൂട്ടുകൂടൽ, സഹകരിക്കൽ, സഹിഷ്ണുത കാണിക്കൽ, പങ്കുവയ്ക്കൽ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ ഉണ്ടാകൽ. ഇനി വൈകാരിക വികാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? സ്നേഹം, സുരക്ഷിതത്വം, സത്യസന്ധത, അംഗീകാരം, അനുതാപം, സഹതാപം, വികാരം തിരിച്ചറിയൽ, നിയന്ത്രിക്കൽ. എന്താണ്? സ്നേഹം, സുരക്ഷിതത്വം, സത്യസന്ധത, അംഗീകാരം, അനുതാപം, സഹതാപം, വികാരം തിരിച്ചറിയൽ, നിയന്ത്രിക്കൽ. ഇനി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നത്, അതായത് വികാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഭാഷയിലൂടെ പറയുന്നത് ഏതായിരിക്കും? വിശപ്പ്, ഉറക്കം, സങ്കടം, ഈർഷ്യ, അല്ലേ? ദാഹം, സന്തോഷം, കോപം മുതലായവ. ഇനി അടുത്തത് ഏതാണ്? മറ്റുള്ളവരുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കൽ, എല്ലാവരോടും സഹിഷ്ണുത പുലർത്തൽ, ശുഭാപ്തി വിശ്വാസമുള്ളവരാകൽ, സ്വയാവബോധം, സെൽഫ് അവയർനെസ്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? വൈകാരിക വികാസത്തിൽ വരുന്നതാണ്. ഇനി വ്യക്തി സ്വഭാവ രൂപീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? വ്യക്തിയുമായി ബന്ധപ്പെട്ടത് കൃത്യനിഷ്ഠ, ആത്മധൈര്യം, മൂല്യങ്ങൾ, മനോഭാവം, സ്വാഭിമാനം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സ്വയം തിരിച്ചറിയൽ, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, ഉത്തരവാദിത്വ ബോധം. വ്യക്തി സ്വഭാവ രൂപീകരണത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കൃത്യനിഷ്ഠ, ആത്മധൈര്യം, മൂല്യങ്ങൾ, മനോഭാവം, സ്വാഭിമാനം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സ്വയം തിരിച്ചറിയൽ, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, ഉത്തരവാദിത്വ ബോധം. സാമൂഹികവും വൈകാരികവുമായ വികാസത്തിൽ ഓരോ പ്രായക്കാർക്കും ആർജിക്കേണ്ട വികാസങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വ്യക്തിഗത സ്വഭാവം, പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് പറഞ്ഞത്? വൈകാരിക വികാസം, സാമൂഹിക വികാസം, ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഏതാണ്? വ്യക്തിഗത സ്വഭാവമാണ്. വ്യക്തിഗത സ്വഭാവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വികാസങ്ങളാണ് നമ്മൾ ആർജിക്കേണ്ടത്? വ്യക്തിഗത സ്വഭാവത്തിൽ തന്നെ എന്തൊക്കെയാണ്? ശരീര ശുചിത്വം പാലിക്കുന്നു, ശരിയായ ഭക്ഷണ രീതി, തൻ്റെ ചുറ്റുപാടും ശുചിയായി സൂക്ഷിക്കുന്നു, ക്രമങ്ങൾ പാലിക്കുന്നു, വസ്ത്ര ശുചിത്വം. ഇത്തരം കാര്യങ്ങളാണ് വ്യക്തിഗത സ്വഭാവത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? ശരീര ശുചിത്വം പാലിക്കുന്നു, ശരിയായ ഭക്ഷണ രീതി, തൻ്റെ ചുറ്റുപാടും ശുചിയായി സൂക്ഷിക്കുന്നു, ക്രമങ്ങൾ പാലിക്കുന്നു, വസ്ത്ര ശുചിത്വം. ഇനി 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? അവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വ്യക്തിഗത സ്വഭാവവുമായി ബന്ധപ്പെട്ടത്? കൈ കഴുകൽ, ശരിയായ ഭക്ഷണശീലം, ശരിയായ ടോയ്ലറ്റിംഗ് പരിശീലനം നൽകൽ, പല്ലു തേക്കൽ, കുളിക്കൽ, മുടി ചീകൽ, നഖം മുറിക്കൽ എന്നിവയിൽ ശ്രദ്ധിക്കൽ, വിവിധ സ്വതന്ത്ര കളികളിൽ ഇടപെടൽ, പിന്നെയോ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കൽ, വിശപ്പ്, ദാഹം, ഉറക്കം, ഫീൽഡ് ട്രിപ്പ് മുതലായവ. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. 3 വയസ്സ് മുതൽ 4 അതിനോട് അനുബന്ധിച്ചിട്ടായിരിക്കും 4, 5, 5 തൊട്ട് 6 കേട്ടോ. കൈ കഴുകൽ, ശരിയായ ഭക്ഷണശീലം, ശരിയായ ടോയ്ലറ്റിംഗ് പരിശീലനം നൽകൽ, പല്ലു തേക്കൽ, കുളിക്കൽ, മുടി ചീകൽ, നഖം മുറിക്കൽ എന്നിവയിൽ ശ്രദ്ധിക്കൽ, വിവിധ സ്വതന്ത്ര കളികൾ ഇടപെടുവിക്കൽ, ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കൽ, വിശപ്പ്, ദാഹം, ഉറക്കം, ഫീൽഡ് ട്രിപ്പ് മുതലായവ. ഇതെല്ലാം തന്നെ എന്താണ്? വ്യക്തിഗത സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് സാമൂഹിക സ്വഭാവം. നല്ല ഭാഷണം, ആദരവ്, സഹായ മനോഭാവം, സഹകരണ മനോഭാവം. സാമൂഹിക സ്വഭാവത്തിൽ വരുന്ന ഏതൊക്കെയാണ്? ആർജിക്കേണ്ട വികാസമാണ് നല്ല ഭാഷണം, പിന്നെയോ ആദരവ്, സഹായ മനോഭാവം, സഹകരണ മനോഭാവം.
അതിൽ 3 മുതൽ 4 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? സ്വതന്ത്ര കളികൾ, കൂട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഊഴം കാക്കൽ കളി, മുതിർന്നവരോട് സംസാരിക്കൽ, മുതിർന്നവരെയും മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യൽ, പിറന്നാൾ ആഘോഷിക്കൽ, കടലാസുകളും മറ്റും പ്രത്യേക സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ. ഇതൊക്കെയാണ് 3 തൊട്ട് 4 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ. സ്വതന്ത്ര കളികൾ, കൂട്ടമായുള്ള പ്രവർത്തനങ്ങൾ, ഊഴം കാക്കൽ കളി, മുതിർന്നവരോട് സംസാരിക്കൽ, മുതിർന്നവരെയും മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യൽ, പിറന്നാൾ ആഘോഷിക്കൽ, കടലാസുകളും മറ്റും പ്രത്യേക സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കൽ, അതായത് ഡസ്റ്റ്ബിൻ വെച്ചിട്ട് അവിടെ തന്നെ കൊണ്ടിടാൻ പറയുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ. ഇനി 4 തൊട്ട് 5 വരെ ആകുമ്പോഴോ പ്രകൃതി യാത്ര, ജീവികളോട് മറ്റും സ്നേഹം വളർത്തുന്ന പാവനാടകങ്ങൾ, കഥകൾ, പാട്ടുകൾ മുതലായവ, മുതിർന്നവരെ ബഹുമാനിക്കൽ, സ്വാഗതം ചെയ്യൽ, പഠന കളിക്കോപ്പുകൾ പങ്കുവയ്ക്കൽ, പിറന്നാൾ ആഘോഷിക്കൽ, ക്ലാസ് മുറി വൃത്തിയാക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ചില കളികളിൽ നേതൃപരമായ പങ്ക് ഏറ്റെടുക്കൽ. 4 തൊട്ട് 5 വരെ സാമൂഹിക സ്വഭാവം വളർത്തുന്നതിനെ പറ്റിയ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതി യാത്ര, ജീവികളോടും മറ്റും സ്നേഹം വളർത്തുന്ന പാവനാടകങ്ങൾ, കഥകൾ, പാട്ടുകൾ മുതലായവ, മുതിർന്നവരെ ബഹുമാനിക്കൽ, സ്വാഗതം ചെയ്യൽ, പഠന കളിക്കോപ്പുകൾ പങ്കുവയ്ക്കൽ, പിറന്നാൾ ആഘോഷിക്കൽ, ക്ലാസ് മുറി വൃത്തിയാക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ചില കളികളിൽ നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കൽ. ഇനി 5 തൊട്ട് 6 ആകുമ്പോഴോ കൂട്ടം ചേർന്ന് കളിക്കൽ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തൽ, കഥ, പാട്ടുകൾ കേൾക്കുക, പിന്നെ എന്താണ് പ്രകൃതി സ്നേഹം വളർത്തൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, വിളമ്പി കൊടുക്കുന്നത്, അതുപോലെ തന്നെ നേതൃത്വപരമായ പങ്ക്, ഇതെല്ലാം തന്നെ ശിശു വികാര കേന്ദ്രവും ചുറ്റുപാടും വൃത്തിയാക്കൽ, ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? 5 തൊട്ട് 6 വരെ പെടുന്ന 5 തൊട്ട് 6 വയസ്സുള്ള കുട്ടികൾക്കിടെ സാമൂഹിക സ്വഭാവം വളർത്താൻ അല്ലെങ്കിൽ സാമൂഹിക സ്വഭാവം മെച്ചപ്പെടുത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി അടുത്തത് വൈകാരികത, വികാര നിയന്ത്രണം, സ്നേഹപ്രകടനം, സഹതാപം. ഇതാണ് എന്തിൽ വരുന്നത്? വൈകാരികതയിൽ വരുന്നത്. ഇനി വൈകാരികതയിൽ 4 തൊട്ട് 5 വരെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റും? 4 തൊട്ട് 5 വരെയുള്ള, കാരണം 3 തൊട്ട് 4 വരെ അവർ വൈകാരിക പ്രവർത്തനം എങ്ങനെയായിരിക്കും? അവർ പെട്ടെന്ന് ശാഠ്യം പിടിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പം 4 തൊട്ട് 5 വരെ എങ്ങനെയായിരിക്കാം? സ്വന്തമായി നാടകങ്ങൾ കളിക്കൽ, ചെറു ഗ്രൂപ്പുകളിലുള്ള കളികൾ, ഭിന്നശേഷിയുള്ളവരെ സഹായിക്കൽ, ശിശു സൗഹൃദ വീഡിയോ കാണൽ, സഹജീവികളെ സംരക്ഷിക്കൽ, അവയ്ക്ക് ഭക്ഷണം നൽകൽ. 4 തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി 5 തൊട്ട് 6 ആകുമ്പോഴോ സ്വന്തമായി നാടകം കളിക്കൽ കേട്ടോ, നാടകം കളിക്കൽ, പാവകൾ ഉപയോഗിച്ച് നാടകം കളിക്കൽ, ചെറു ഗ്രൂപ്പുകളിലുള്ള കളികൾ നടത്തൽ, ഭിന്നശേഷി ഉള്ളവരെ സഹായിക്കൽ, അത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കൽ, സിനിമ, വീഡിയോ എന്നിവ കാണൽ, ശിശുവിഹാരത്തിൽ അതായത് പ്രീ സ്കൂളിലെ അക്വേറിയം സംരക്ഷിക്കൽ. ഇത് ആർക്ക് കൊടുക്കാവുന്നതാണ്? 5 തൊട്ട് 6 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സാമൂഹികവും വൈകാരികവുമായ വികാസത്തിൽ വരുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ശിശു വികാസ മേഖലയെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ? ശിശു വികാസ മേഖലയിലെ ശാരീരിക ചാലക വികാസം അതെന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? സൂക്ഷ്മപേശി വികാസവും സ്ഥൂലപേശിയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിൽ കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ പഠിച്ചതാണ് സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള മേഖല. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈജ്ഞാനികവും സർഗാത്മകവും അതുപോലെ തന്നെ ഭാഷാപരം, ഈ 3 ടോപ്പിക്കും കൂടി ഉണ്ട് കേട്ടോ ശിശു വികാസ മേഖലയിൽ വരുന്നത്. അപ്പോൾ 2 ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ഓക്കെ. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അല്ല ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണോ ക്ലാസ്സുകൾ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.